സിനിമകളെ സ്നേഹിക്കുന്ന, യാത്രകളെ അതിലേറെ സ്നേഹിക്കുന്ന, സൗഹൃദം കൊണ്ട് ഒരു വൻമതിൽ സൃഷ്ടിച്ച യാത്രികൻ, എഡിറ്റർ, ഓൺട്രപ്രണർ ജീവൻ സജീവനാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. ഹായ് ജീവൻ. ഹായ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, ഇൻഫ്ലുവൻസർ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോ ലാസ്റ്റ് ശബരിമല നമ്മൾ ലാസ്റ്റ് ഇപ്പൊ ട്രക്കിംഗ് പോയത് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറഞ്ഞ ഹെയർ ഫോർട്ടാണ്. ഒരു 80 ഡിഗ്രി ട്രക്കിംഗ്. അത് ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചർഫുൾ ആയ ഒരു ട്രക്കിംഗ് സ്ഥലമാണ്. അപ്പൊ നമ്മളത് പോണെന്ന് ഭയങ്കര ഒരു ആഗ്രഹം, ഒരു വാശിയായിരുന്നു എനിക്ക്. കാരണം നമ്മൾ ആൾക്കാരുടെ അടുത്തൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് തന്നെ അവിടെ ഇപ്പോൾ കയറാൻ പറ്റാത്തടത്ത് നീ ഇപ്പം എങ്ങനെ കയറുക, ഫ്രണ്ട്സ് ആയാലും പറയുമ്പോഴും അത് എളുപ്പമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ട്രക്കിംഗ് സ്പോട്ടിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കൈ എടുത്ത് കയറാം. അവരെ കൈ യൂസ് ചെയ്യാൻ, കാല് മാത്രം യൂസ് ചെയ്ത് എന്നെ കൈ വെച്ച് കയറ്റിക്കാലോ. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറണമെങ്കിൽ ഒരാൾ 2 കൈയും 2 കാലും വെച്ചിട്ട് അവിടെ കയറാൻ പറ്റുള്ളൂ. ഇങ്ങനെ പൊത്തിപ്പിടിച്ച്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അതെന്തായാലും ആ മെത്തേഡ് എന്തായാലും നടക്കൂല, ഇങ്ങനെ പിടിച്ച് കയറില്ല. അപ്പം ഞങ്ങളിങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു ബാഗ് നമുക്ക് ബാക്കിൽ ഇങ്ങനെ ബാഗ് തോളത്തിട്ട് കയറിയാലോ എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് നമ്മളിങ്ങനെ ആലോചിച്ച്. അപ്പം നമ്മളത് അങ്ങനെ കുറേ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ആദ്യം ആ സ്ഥലത്തിനെ കുറിച്ച് പഠിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ അതിൻ്റെ വ്ളോഗ് തന്നെ ഒരു 20 എണ്ണമൊക്കെ ഇരുന്ന് ഞാൻ ഡെയിലി കണ്ട് ആൾക്കാർ പോണ വഴിയും എവിടെ എത്തുമ്പോഴാണ് റിസ്ക് എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ റെഫർ ചെയ്ത് ഇങ്ങനെ കുറേ വീഡിയോസ് അങ്ങനെ റെഫർ ചെയ്ത് ഓക്കെ നമുക്ക് പോവാന്നുള്ളൊരു മൈൻഡ് വന്നു. ഇപ്പോഴും ഫുള്ള് ആൾക്കാരുടെ ഞാൻ അധികം പറഞ്ഞില്ല, കാരണം എന്തായാലും നെഗറ്റീവ് തരുള്ളൂ. കാരണം അത് പറയാം ഇത്രയും എഫക്റ്റാണ്, കാരണം ഡേഞ്ചറാണ്, കാരണം അത്രയും ഇടുങ്ങിയ സ്ഥലമാണ്. ഇപ്പോൾ അവിടുന്ന് ഒരാൾ ഒന്ന് സ്കിപ്പായ ബാക്കിയുള്ള ലൈഫ് ആയാലും ആപത്തവിടെ, നമുക്ക് മാത്രമല്ല. അപ്പോൾ എന്നാലും എനിക്ക് അത് എൻ്റെ മൈൻഡ് തളർത്തില്ല. എനിക്കൊരു മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം വിചാരിച്ചാൽ എനിക്കത് എങ്ങനെയാലും സാധിച്ചെടുക്കണം എന്നുള്ളൊരു മൈൻഡാണ്. അങ്ങനെ അത് ഇങ്ങനെ കുറേ നമ്മൾ റിസർച്ച് ചെയ്ത് അപ്പോൾ അവസാനം നമ്മളൊരു ബാഗ് ഇങ്ങനെ കണ്ടുപിടിച്ച് ആമസോണിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ആ ബാഗ് ശരിക്കും യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആമസോണിലൊക്കെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഇപ്പോൾ റൂം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഹാളിക്ക് ഇരുത്താൻ, അങ്ങനെ വീൽ ചെയറുള്ളവർ അതിന് വേണ്ടി ആ പർപ്പസിനാണ് ശരിക്കും ആ ബാഗ്. പക്ഷെ നമ്മുടെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 കിലോമീറ്ററാണ് ട്രക്കിങ് അവിടേക്ക് എത്തണമെങ്കിൽ നടന്നിട്ട്. ആ 8 കിലോമീറ്റർ നടന്നിട്ട് വേണം ആ ഫോർട്ടിൻ്റെ അവിടേക്ക് എത്താൻ. അങ്ങനെ നമ്മൾ ആ ബാഗ് ഓർഡർ ചെയ്ത് ഇവിടുന്ന് അങ്ങനെ ഫ്ലൈറ്റ് പോയി മുംബൈയിലെത്തി. മുംബൈയിൽ നിന്ന് നാസിക്കിക്ക് ഒരു 4 മണിക്കൂറുണ്ട്. അത് നമ്മൾ ട്രെയിനിൽ പോയി. അതും ഭയങ്കര കൺജസ്റ്റഡായിട്ട് ട്രെയിനിൽ കയറി പോയി ഇരുന്ന് അവിടെ എത്തി. അവിടെ ട്രംബകേശ്വർ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ട് പിറ്റേ ദിവസം ഒരു 8 മണിക്ക് അവിടെ നിന്നൊരു ബസ്, ഈ ഹർഷവാടി എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് ക്യാമ്പ് ഈ ഹെറിയർ ഫോർട്ടിൻ്റെ അവിടേക്ക് ഒരു ബസ് 2 കിലോമീറ്റർ വരെ നമ്മൾ ബസ്സിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന്. അപ്പോൾ അവിടെ നമുക്ക് വേറൊരു പേടി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടുത്തെ സെക്യൂരിറ്റി നമ്മളെ കടത്തി വിടുമെന്നാണ്. അത് ഭയങ്കര ഒരു പ്രശ്നമാണല്ലോ, റിസ്ക് എടുത്ത്. പക്ഷെ അവിടെ അത്ര വലിയ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. നമ്മൾ കയറിയിട്ട് അവിടെ നമ്മൾ ബേസ് ക്യാമ്പിൽ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആലോചിക്കണം ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ നടക്കണം. പക്ഷെ ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ സാധാ ഒരു വഴി പോലെയാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. കുറച്ചൊക്കെ അറിയാം കല്ലും ഇതൊക്കെ പാറൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ചിന്ത മാറിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഘട്ടം കഴിയുന്തോറും പാറയുടെ ഹൈറ്റും ഇതും കൂടി വരിക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ സ്ഥലം എത്തിയിട്ടില്ല അപ്പോഴും. അങ്ങനെ നമ്മൾ ഈ ബാഗ് ഇടാൻ തന്നെ കുറച്ച് ടൈം പിടിച്ചിട്ട്, കാരണം നമ്മൾ ഫസ്റ്റ് വീട്ടിൽ ജസ്റ്റ് ഒരാഴ്ച ഇട്ട് വയ്ക്കുള്ളൂ. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇത് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് മറന്നുപോയി. ബാഗ് ഇടേണ്ടത് എങ്ങനെയാണ് മറന്നുപോയി. അങ്ങനെ അത് ഇടാൻ തന്നെ ഒരു ഏകദേശം 1 മണിക്കൂർ പിടിച്ച്. നമ്മൾ ആ ബാക്കിൽ എങ്ങനെയുണ്ട് ഇട്ട് കഴിഞ്ഞാലും അങ്ങനെ ഇറങ്ങി വരിക. അപ്പം നമുക്ക് വിചാരിച്ചു ഇപ്പം ഇനി എന്താ ചെയ്യുക ഇല്ല. എന്നിട്ട് നമ്മൾ കുറച്ച് ദൂരം അങ്ങനെ പോയി റെസ്റ്റ് എടുക്കും. പിന്നെ തോർത്തുമുണ്ടൊക്കെ വെച്ച് വലിച്ച് കെട്ടും. അങ്ങനെയാണെങ്കിൽ പക്ഷെ അതിൻ്റെ ഇടയിൽ നല്ല മഴ പെയ്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുക്കൽ വരും പാറന്നെ, ഗ്രിപ്പ് കിട്ടൂല. ട്രക്കിംഗ് ഷൂ ഉണ്ട്, പക്ഷെ മഴ ക്ലൈമറ്റാണെന്ന് അറിയുന്നത്. പക്ഷെ നല്ലൊരു മഴ കിട്ടി നമുക്ക്. അങ്ങനെ നമ്മളവിടെ കുറച്ചിങ്ങനെ കയറി കുറച്ചെത്തുമ്പോൾ നല്ല ടാസ്ക്കുള്ള സ്ഥലങ്ങളും അതും നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് കയറി. പക്ഷേ നമ്മൾ ആ റീലൊക്കെ കാണുന്നത് ഒരു 10% നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ നമ്മുടെ എഫേർട്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് കയറാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് അത് വിഷമമായിട്ട് തോന്നിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോണതിന് മുന്നേ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്ന്
ഇനി 80 ഡിഗ്രി അങ്ങനെ കയറാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ആലോചിച്ചു. പക്ഷെ അമ്മ അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു അത് കയറാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ലടാ, നീ അവിടം വരെ പോയിട്ട് പോയി, നീ അതിൻ്റെ അടി വരെയെങ്കിലും എത്തുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ആദ്യം അമ്മയ്ക്ക് കുറച്ച് വിഷമമായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാടാ ഇങ്ങനെ ചേച്ചിയൊക്കെ, അല്ലെങ്കിൽ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടുള്ളവരാ, എങ്ങോട്ട് പോകണമെങ്കിലും രാത്രിയിലും വിട്ടോ നോക്കണ്ട. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ ഭയങ്കര അവർക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാവും. നമ്മൾ അത് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ആൾക്കാരിങ്ങനെ കഷ്ടപ്പിടിച്ച് പൊത്തി പിടിച്ച് ഇങ്ങനെ കയറുക. ആ സ്ഥലത്ത് എങ്ങനെയാടാ നീ ഇങ്ങനെ ഇങ്ങനെ ബാഗിൽ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായി. അവർ പറഞ്ഞാടാ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് കയറുന്നിടത്തോളം കയറാം. അവരും എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ വിഷയം എന്താ വെച്ചാൽ എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് അവരും കയറിയില്ല അവിടം വരെ എത്തിയിട്ട്. അവർ പറഞ്ഞു നമ്മളിവിടം വരെ എത്തിയില്ല, അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങലും ഇതുപോലെ തന്നെ അതിലപ്പുറം ഡിഫിക്കൽട്ടാണ്. തിരിച്ചിറങ്ങി നമ്മൾ വീഡിയോയിലൊന്നും ഇട്ടില്ല, ഒന്നത് ഇരുട്ടായിക്കൊണ്ടിരിക്കുക, പിന്നെ നല്ല ഫോഗും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 8 കിലോമീറ്റർ അങ്ങനെ അതിറങ്ങി നമ്മൾ അതങ്ങനെ അച്ചീവ് ചെയ്തെടുത്ത്. നമ്മൾ ലൈഫിൽ ഞാൻ പറയും വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്. അതാണ് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഡേഞ്ചറസ് ട്രക്കിംഗ് സ്പോട്ട് നമ്മൾ കീഴടക്കിയല്ല, അത് അച്ചീവ് തന്നെയല്ലേ. പിന്നല്ലേ തീർച്ചയായിട്ടും അതിന്റെ കമന്റ് സെക്ഷനും കമന്റ് സെക്ഷൻസ് ഒക്കെ എല്ലാവരും പറയും നിനക്ക് എന്തിനാടാ 2 കാലുകൾ 4 കാലില്ലേ ഒപ്പം പിള്ളേരില്ലേ എന്നൊക്കെയാണ് നമ്മൾ കമന്റ്സ് വരിക. അങ്ങനെ കുറേ കമന്റ്സ് വരും. എല്ലാം ഇടയ്ക്ക് ഓരോന്നൊക്കെ ഇരുന്ന് വായിക്കും, ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഇപ്പോൾ ഓരോരുത്തർ മെസ്സേജ് അയക്കും എനിക്ക്. അവരെ ഇപ്പോൾ അവരമ്മയായാലും മക്കളുണ്ടെങ്കിലും ചേട്ടനായാലും എൻ്റെ മോനിങ്ങനെയാണ്, എൻ്റെ അനിയനിങ്ങനെയാണ്, അവർക്ക് ഇതുപോലെ പുറം ലോകം കാണാൻ പറ്റുന്നില്ല, മോൻ്റെ അത്ര ഫ്രണ്ട്സ് ഇല്ല, കാര്യങ്ങളില്ല. പക്ഷേ അവർക്ക് എന്തോ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അവർ പോയൊരു ഫീലാന്ന് പറയും. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സും കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയും കുറേ സ്ഥലങ്ങളിൽ പോകണം, എക്സ്പ്ലോർ ചെയ്യണം. പരമാവധി ഞാൻ ചിന്തിക്കണില്ല അപ്പുറം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഇനിയും നമുക്ക് കുറേ അതുപോലെ ഏറ്റവും വലിയ ആഗ്രഹം മണാലി പോകണം. അതുപോലെ നമ്മൾ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു ഭയങ്കര ആഗ്രഹമുണ്ട് മണാലി പോകാൻ. പക്ഷെ നമുക്ക് ബഡ്ജറ്റ് ആ ടൈമിൽ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഫ്രണ്ട്സും ഉണ്ടല്ലോ, ഞാൻ മാത്രമല്ല. അങ്ങനെ നമുക്കൊരു സ്പോൺസർ വന്നു. എന്നിട്ട് അവർ നമ്മളെ കൊണ്ടുപോയി ഇവിടുന്ന് ഫ്ലൈറ്റിന് തന്നെ പോയതുപോലെ ഡൽഹിയിൽ ചെന്നിറങ്ങി. ഒരു ഉച്ച ടൈമിൽ ഇറങ്ങിയ അവിടെ ചെന്നിറങ്ങിയിട്ട് ഒരു മജ്നക്കാട്ട് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് നിന്നാണ് ബസ്സുകൾ മണാലിക്കുള്ളത്. അങ്ങനെ അവിടെ വെച്ച് നമ്മൾ ഒരു ഉച്ച ടൈമിൽ ചെന്നിറങ്ങിയിട്ട് ഡൽഹിയാണെങ്കിൽ ഭയങ്കര റഷ്യാണ്. ആ റഷ്യൻ്റെ ഇടയിൽ ആദ്യമായിട്ട് വീൽ ചെയറിലുള്ള ആൾ റോട്ടിലൂടെ നടക്കേണ്ടത്. പക്ഷെ അവിടുത്തെ ആൾക്കാരെ നോക്കേണ്ടത് വെച്ചാൽ ഭയങ്കര പൊടിയും ഇതൊക്കെ ആയിട്ട്. കാരണം ഞങ്ങളുടെ ബസ് ഒരു 8 മണിക്ക് എടുക്കുള്ളൂ അവിടെ നിന്ന്. ഞങ്ങൾ ചെന്ന് ഇറക്കി വിട്ടത് എയർപോർട്ടിൽ നിന്ന് ടാക്സിക്കാരൻ ഒരു ഉച്ച ടൈമിൽ 2 മണിക്ക് ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങുക. ഞങ്ങളുടെ കയ്യിലാണ് ഫുള്ള് ലഗേജും കാര്യങ്ങളും. എല്ലാവരും നോക്കിയത് എന്ത് ഇവിടെ നിന്നാണ് ഇവർ വരുന്നത്, ഫുള്ള് നമുക്ക് അതിനേർച്ച ഇരുന്നിട്ട് നമ്മളവിടെ കുറേ കറങ്ങി നടന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു 8 മണിക്ക് അവിടെ നിന്ന് ബസ് എടുത്ത് മണാലിക്ക്. ബസ് എടുക്കാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു 12 മണിക്കൂറിന് ബസ്സിൽ യാത്ര. മണാലി ഡൽഹി ടു മണാലി ഒറ്റ സ്ട്രെച്ചിൽ 12 മണിക്കൂർ. ഇടയിൽ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഒരു ദാബി നിർത്തും. നമ്മളവിടെ ദാബിൽ ചായ കുടിച്ച് പിന്നെ കിടന്നുറങ്ങി. പിന്നെ ചെന്ന് ഇറങ്ങണത് നമ്മൾ ഫുള്ള് കാലത്തിരുന്നപ്പോൾ മഞ്ഞാണ് കാണാൻ എല്ലായിടത്തും, വേറെ ലോകമാണല്ലോ. അപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായി, ഹാപ്പിനെസ് ആയി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മഞ്ഞിൽ പോകണം, മഞ്ഞ് പോയി കളിക്കണം, മഞ്ഞ് കൈ കൊണ്ട് തൊടണം എന്നൊക്കെ ചെറുപ്പം മുതൽ ആഗ്രഹമാണല്ലോ, അതെല്ലാവരും ആഗ്രഹമാണല്ലോ. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ദിവസം സ്നോയിൽ പോയില്ല. ഫസ്റ്റ് ദിവസം സ്നോയിൽ കൊണ്ടുപോയില്ല. ഫസ്റ്റ് ദിവസം നമ്മളവിടെ ഒരു ഹിംഡ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിൾ ഉണ്ട്. അവിടെ പോയി മറ്റേ കോസ്റ്റ്യൂമൊക്കെ ഇട്ട്, ഒരു മണാലി കോസ്റ്റ്യൂമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് പിറ്റേ ദിവസമാണ് നമ്മളെ സ്നോയ്ക്ക് കൊണ്ടുപോയി. സ്നോയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ അവരാ വേറെ ഡ്രസ്സൊക്കെ ഉണ്ട്, അത് നമ്മൾ ഇടണം. അതിട്ട് നേരെ സ്നോയിൽ പോയി. ഇവർ എന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ കൊണ്ട് സ്നോയിലിട്ട് ഫുള്ള് സ്നോ എൻ്റെ മൂടിയിട്ട് സ്നോയിൽ മൂടിയിട്ട് ഒരു വീഡിയോയിലുണ്ട്, വീൽ ചെയർ ഫുള്ള് സ്നോ എടുത്തിട്ട് എൻ്റെ മേത്ത് കൊണ്ടിടുക. അതിൽ അവർ മൂടിയിട്ട് സ്നോയിൽ കളിച്ച് ഭയങ്കര എക്സ്പ്ലോറിങ്, ഭയങ്കര കാര്യങ്ങളായിരുന്നു മഞ്ഞിൽ കളിച്ചത്. പിന്നെ അവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലൗസ് ഇടാണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ല, സാധാരണ തണുപ്പല്ല. അങ്ങനെ അത് എക്സ്പ്ലോർ ചെയ്ത് മണാലി ട്രിപ്പും അടിപൊളിയായിരുന്നു. പിന്നെ കുറേ മണാലി ട്രിപ്പിൽ ഇങ്ങനെ കുറേ കോമഡി ട്രാജഡീസ് എന്താ പറയുക വേണേൽ പറയാം. നമ്മളിതുപോലെ തിരിച്ചവിടുന്ന് തമാശകൾ എന്ന് വേണമെങ്കിൽ പറയാം. തമാശയായിട്ട് പോണ സിറ്റുവേഷൻ നമ്മളവിടുന്ന് ഇതുപോലെ തിരിച്ചു വരികയാണ് മണാലിയിൽ നിന്ന്. മണാലി തിരിച്ചു വരുമ്പോൾ ഇവിടെ ഹരിയാന ഭാഗത്തെത്തിയപ്പോൾ ദാബയിൽ വണ്ടി നിർത്തി നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക.
കഴിച്ച് പതുക്കെ സംസാരിച്ച് കഴിച്ചോണ്ടൊക്കെ ഇരിക്കുക, നമുക്കറിയില്ല. അങ്ങനെ അത് കഴിച്ച് ഇവർക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് വാഷ്റൂമിൽ പോയിരുന്നപ്പോൾ അവിടെ നിന്ന് ഹിന്ദിക്കാരൻ്റെ അടുത്ത് എന്തോ പറയണ്ടായിരുന്നു. ഞാൻ അവിടെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുക. എനിക്കത് മനസ്സിലായില്ല. സംഭവം എന്ന് വെച്ചാൽ ബസ് എടുത്ത് പോയി ഞങ്ങൾ. അയ്യോ, ബസ് എടുത്ത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഫ്രണ്ട്സ് വരുമ്പോൾ ബസ് ഇങ്ങനെ പോവുക. നമുക്കറിയാത്ത ഒരു നാടും ഫുള്ള് ലഗേജ് അതിൻ്റെ അകത്ത്. അപ്പം ഞങ്ങൾ നേരെ തന്നെ അപ്പോൾ തന്നെ നമ്മളെ സ്പോൺസർ ചെയ്ത ടീമിൻ്റെ ചേച്ചി, അവിടുത്തെ ചേച്ചിനെ വിളിച്ച്, ചേച്ചി ഇങ്ങനെയാണ് സീൻ ബസ് പോയി, ഇപ്പം ഇനി എന്താ ചെയ്യുക, നമുക്കാണെങ്കിൽ ലാംഗ്വേജ് അറിയില്ല. അവർ പറഞ്ഞ് എന്താ ചെയ്തത്, നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് ഇരുന്ന് ഫുഡ് കഴിക്കായിരുന്നു. ഒരു 10 മിനിറ്റ് നിർത്തുള്ളൂ, നിങ്ങൾക്ക് അറിയില്ലേ, അവരിങ്ങനെ അന്വേഷിക്കൊന്നുമില്ല എത്ര പേരുണ്ടെന്ന്. അങ്ങനെ ബസ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വേ ആണ്. ഇവർക്ക് വളച്ചൊന്നും വരാൻ പറ്റില്ല. ഒരു 3 കിലോമീറ്റർ അങ്ങോട്ട് ബസ് പോയിന്നുണ്ട്. ബസ്സുകാരെ വിളിച്ചിട്ട് ബസ്സുകാർ പറഞ്ഞ് ഞങ്ങൾക്ക് റിവേഴ്സ് എടുത്ത് വരാൻ പറ്റുള്ളൂ ഇത്ര ദൂരം. അവിടുത്തെ ഹോട്ടലുകാർക്കൊക്കെ അവരെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് അവര് കോണ്ടാക്ട് ചെയ്തിട്ട് ബസ് റിവേഴ്സ് എടുത്ത് വന്നിട്ട് എത്ര 2 കിലോമീറ്റർ ഞങ്ങൾക്ക് വേണ്ടി മാത്രം റിവേഴ്സ് വെച്ച് വരിക. കാരണം വളച്ച് വരണമെങ്കിൽ പിന്നെയും 1 വേ ഉണ്ട്. എന്നിട്ട് അവിടുത്തെ ഒരു ഹിന്ദിക്കാരൻ ഞങ്ങളെ ബൈക്കിലെത്തി കുറച്ച് ദൂരം കൊണ്ടുപോയി. അത് ഇതിന് മുന്നേ പക്ഷേ 12 മണിക്കൂർ ബസ്സിലാണല്ലോ തിരിച്ചിങ്ങോട്ട്. പക്ഷെ ഞങ്ങൾക്ക് 24 മണിക്കൂർ കിട്ടി. ഞങ്ങൾ മണാലിയിൽ നിന്ന് തിരിച്ച് കുറച്ച് ദൂരം എത്തുമ്പോഴേക്കും ബസ് കംപ്ലൈൻ്റ് ആയി. സെൻസർ ബസ് ഫുള്ള് സെൻസറാണ്, നന്നാക്കാൻ പറ്റില്ല. ലാസ്റ്റ് ബസ് ആയിരുന്നത്. അങ്ങനെ 12 മണിക്കൂർ ഇരിക്കേണ്ട ഞങ്ങൾ ഒരു 24 മണിക്കൂർ ഇരുന്ന് ബസ്സിൽ തിരിച്ചു വരുമ്പോൾ. പക്ഷെ അതൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസും ഓർമ്മകളും ഇതൊക്കെയാണ്. അങ്ങനെ വേറെ കാര്യങ്ങൾ യാത്രകൾ ഇനിയും അങ്ങനെ ഉണ്ട്. ഹെരിയർ ഫോർട്ട് പോയപ്പോഴും കുറേ ഇങ്ങനെ നമുക്ക് ഹെരിയർ ഫോർട്ട് അടിപൊളിയായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എഫർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോഴും എഫർട്ടുകൾ നമുക്ക് ഒരു പ്രശ്നമില്ല. അതെ, ഈ സുഹൃത്തുക്കളാണ് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന. ഈ യാത്രകളുടെ ഒക്കെ കൂടെ സുഹൃത്തുക്കളുടെ ഒരു യാത്രകൾ മാത്രമല്ല, ഇപ്പം എൻ്റെ ഇപ്പം 24 hours അമ്മയില്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ചോദിക്കും, അവിടെ പിള്ളേരോടും ചോദിക്കും. അങ്ങനെയാണ് എന്നെ ഒറ്റയ്ക്ക് കാണൽ കുറവാണ് അവിടുത്തെ ആൾക്കാരായാലും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷോപ്പിക്ക് ചില ടൈമിൽ ഒറ്റയ്ക്കൊക്കെ പോകും, വീൽ ചെയറിൽ നൈറ്റ് ഒറ്റയ്ക്ക് പോകും. അപ്പോൾ അവിടെ പിള്ളേരോടെ അവിടെ ഉണ്ട്. അങ്ങനെ എപ്പോഴും ഉണ്ടാവും കൂടെ. മറന്നു പോവാതെ മെൻഷൻ ചെയ്യേണ്ട ഒരുത്തനുണ്ട്, അവനോട് എത്തിയിട്ടില്ല, സുരേഷ് ബാബു. അവൻ എൻ്റെ ഒപ്പം 24 hours ഉണ്ടാവും. അവനൊന്ന് സ്പോർട്സ് കുറച്ച് പരിപാടിയായിട്ട് നാട്ടിലാണ്. അവനെപ്പോഴും ചങ്കാണ്. ഇപ്പം അവിടെ പറഞ്ഞാൽ ഞാൻ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് എത്തും, ഓടിയെത്തും. എന്താ ഓക്കെ ആണോ അവരെ കൂടെ ഇരിക്കും. റീൽസിലൊക്കെ ഉണ്ടാവും ഫുൾ ടൈം. അത് നമ്മൾ ഇപ്പം റീൽസ് ഇടാൻ തുടങ്ങിയിട്ടും ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അതിന് മുന്നേ നമ്മൾ ഇഷ്ടം പോലെ ട്രിപ്പ് പോയിട്ടുണ്ട്. ഊട്ടി, മസനഗുഡി, മൂന്നാർ, വയനാട് ഒക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ഇൻസ്റ്റയിൽ നമ്മൾ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പണ്ട് ഭയങ്കര ക്യാമറ ഫീറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വല്ലപ്പോഴും. പക്ഷെ വീഡിയോ ഒക്കെ വരാൻ ചമ്പലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഇതുപോലെ നമ്മുടെ വീടിൻ്റെ അവിടെ കൊടുങ്ങല്ലൂർ താലപ്പൊലി ചെറിയ പരിപാടി ഉണ്ട് അമ്പലത്തിൽ. മറ്റേ ജൈൻറ്റ് വില്ല് ജസ്റ്റ് കയറണ ഒരു വീഡിയോ എടുത്ത് അതുപോലെ എഡിറ്റ് ചെയ്ത് ജസ്റ്റ് ഇട്ടാണ് ഇൻസ്റ്റയിൽ. പക്ഷെ അത് ഭയങ്കര റെസ്പോൺസും കാര്യങ്ങളും ഭയങ്കര ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഇൻസ്പിറേഷനും മോട്ടിവേഷനും കമൻസുകളൊക്കെ വന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഇപ്പം എങ്ങനെ എല്ലാവർക്കും ഭയങ്കര മോട്ടിവേഷൻ ആണെങ്കിൽ എൻ്റെ ലൈഫിൽ ഇതിലും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മളൊരു വീഡിയോ പോലെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം എന്നെ പോലെ ഇരിക്കാൻ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവർക്കും അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു തോന്നൽ വരും, നമുക്ക് അവനെ കൊണ്ടുപോകാം, പുറം ലോകം കാണിക്കാം, എല്ലാ സ്ഥലങ്ങളും കാണാം, ഒക്കെ അവർക്ക് തോന്നൽ വരുമല്ലോ. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇപ്പോൾ കുറേ പേർക്ക് ഇപ്പം എന്നെ ഇൻസ്പിറേഷനായിട്ട് കുറേ പേര് പോകുന്നുണ്ട് കുറേ സ്ഥലങ്ങളിൽ. കുറേ പേരെ അടുത്ത് ചോദിക്കേണ്ട ബാഗ് എവിടെ നിന്ന് കിട്ടുക, നമുക്ക് എൻ്റെ അനിയനെ കൊണ്ടുപോകാനാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇനിയും നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കാനും നമുക്ക് നമ്മൾ ട്രിപ്പ് പോകണതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ റീച്ചല്ല നമുക്ക് പ്രാധാന്യം, നമുക്ക് ബാക്കിയുള്ളവർക്ക് ഒരു ഇപ്പൊ കുറേ പേർക്ക് ഇപ്പൊ വീൽ ചെയറിൽ ഇരിക്കണവർക്ക് തന്നെ കുറേ പേർക്ക് തോന്നുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകും, ഞാൻ അങ്ങനെ ടൂർ പോവും, ട്രാവലിങ് എങ്ങനെ ചെയ്യും ഒക്കെ ഒരു ആലോചിക്കുന്ന ആളെ നമുക്ക് തിരുത്തി കൊടുക്കാൻ പറ്റി. കാരണം ഇങ്ങനെ ഇവിടെ ഇപ്പൊ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂവ്മെന്റ് എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് എടുക്കണമെങ്കിൽ ഒരാൾ ഹെൽപ്പ് വേണം. ഞാൻ ഇപ്പൊ ഇവിടുന്ന് മഹാരാഷ്ട്രയിലെത്തി ഹെരിയർ ഫോർട്ട് കയറിയിട്ടുണ്ടെങ്കിൽ എന്നെ പോലുള്ള കുറെ പേർക്ക് എന്തും ചെയ്യാല, ആ ഒരു കോൺഫിഡൻസ് കൊടുത്താൽ മതി. ആദ്യത്തെ യാത്ര എങ്ങോട്ടായിരുന്നു? ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2016 ആയിരിക്കും.
വീടിൻ്റെ അടുത്ത് തന്നെ മരവെട്ടിച്ചാർന്ന് പറഞ്ഞ ചെറിയ സ്പോട്ടൊക്കെ, ചെറിയ ട്രക്കിങ് സ്ഥലമൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പത്തിന്ന് പിള്ളേരൊക്കെ ഊട്ടി പോയിട്ടുണ്ട്. അപ്പൊ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ അമ്മില്ലാണ്ട് ഫസ്റ്റ് പോയ ട്രിപ്പ് +2 പിള്ളേരപ്പ വയനാട്. അത് ഇതുപോലെ വയനാട് ഞാൻ പറഞ്ഞു, ഞാൻ ഇത് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയനാട് ഇങ്ങനെ സാറ് ക്ലാസ്സിൽ വന്ന് ടൂർ പാക്കേജ് പറയുമല്ലോ. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ എടക്കൽ ഗുഹയാണ്. എടക്കൽ ഗുഹ അന്നൊന്നും എനിക്ക് ഇത്ര കോൺഫിഡൻസ് ഇത്ര ഇതൊന്നും ഇല്ല. നമ്മള് ആദ്യമായിട്ടുള്ള ഒരു ട്രിപ്പ് അമ്മില്ലാണ്ട് പോണത്. അപ്പൊ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ ഇപ്പൊ കേറില്ല, ഇപ്പൊ എങ്ങനെ കേറും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാന് പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഞാൻ ബസ്സിലിരിക്കുക, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പോയി നേരം ബസ്സിലിരിക്കാം. അപ്പൊ പിള്ളേര് പറഞ്ഞത്, നീ ഇല്ലെങ്കിൽ ഞങ്ങള് കേറൂലത്, നീ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ ഇറങ്ങി. ഇല്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് ഇറക്കി തന്നെ. ഞങ്ങൾ അവര് പറഞ്ഞു, നമുക്ക് പോണോടത്തോളം പോവാടാ, വീൽ ചെയർ ഒന്തി പോവാടാ എന്ന് പറഞ്ഞ് ഞാൻ വീൽ ചെയർ അവിടെ എത്തി. കുറച്ച് ദൂരം വീൽ ചെയറിൽ ഇങ്ങനെ ഒന്തി പോവാ, ഒരു 2 കിലോമീറ്റർ. അവിടെ എത്തി അവിടുത്തെ സെക്യൂരിറ്റിക്കാർ പറഞ്ഞു, ഇനി ഇവിടുന്ന് വീൽ ചെയർ പോവില്ല, എങ്ങനെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ പിള്ളേർ പറഞ്ഞു, വീൽ ചെയറിലേ പോകാൻ പറ്റത്തുള്ളൂ, ഇവനെ എടുത്ത് പൊക്കാലോ നമുക്ക്. അങ്ങനെ അത് ഇവര് തന്നെ എടുത്ത് മാറി പൊക്കി. അങ്ങനെ ഇടയ്ക്കൽ ഏറ്റവും ടോപ്പിലെത്തി. തിരിച്ചിറങ്ങിയപ്പോ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൊക്കെ കിളി പോയ പോലെ ഇരിക്കായി. അവര് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത് ഷേക്കൻഡ് കൊടുത്ത്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കയറിണ്ടാവുക. അപ്പൊ അന്ന് എനിക്കൊരു തോന്നല് വന്ന്, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു പ്രശ്നമില്ല, എവിടെ വേണമെങ്കിലും കയറാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് കുറെ നാൾക്ക് ശേഷം പിന്നെയാണ് അന്നൊന്നും നമ്മള് വീഡിയോ ഒന്നും അങ്ങനെ ഇല്ല, ഫോണില് യൂസേജ് ഒന്നും ഇല്ല. അതുപോലെ ഏറ്റവും ട്രക്കിംഗ് വീഡിയോ ഫസ്റ്റ് എല്ലാരും കേരളത്തിലെ ആൾക്കാരൊക്കെ ഒട്ടുമിക്ക അറിഞ്ഞിട്ടുണ്ടാവുക നമ്മൾ ഇല്ലിക്കല് കയറിയതാ. ഇല്ലിക്കല് കോട്ടയത്തുള്ള സ്ഥലം. അത് ഇതുപോലെ കയറാൻ പറ്റില്ല എന്ന് ആലോചിച്ച സ്ഥലം നമ്മള് കയറി കീഴടക്കി കാണിച്ചു കൊടുത്തു. ഈ ഇപ്പൊ യാത്രകൾ പറയുന്ന സമയത്ത് ആദ്യമൊക്കെ യാത്ര ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്ന അമ്മയാണ്. അമ്മയ്ക്ക് ഡ്രൈവിംഗ് അറിയാം. അപ്പൊ അമ്മ ഒട്ടുമിക്ക സ്ഥലങ്ങളും ചെറുപ്പത്തിൽ കൊണ്ടുപോകും, അമ്മയും ഫ്രണ്ട്സും. അമ്മ ഭയങ്കര സപ്പോർട്ടാണ്, അമ്മ ബാക്ക് ബോണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മ ഇപ്പൊ ഇങ്ങോട്ട് പോണെന്ന് പറഞ്ഞാൽ ആദ്യം അമ്മ പറയാ, അല്ല വേറെ പോകണ്ടെന്നൊക്കെയല്ലേ പറയാം. അമ്മ പോയിട്ട് പോയോ, അങ്ങനെ വലിയ നെഗറ്റീവ് ഒന്നും പറയുന്നില്ല, ഭയങ്കര സപ്പോർട്ടായത്. രാത്രിയിലും അമ്മ പൊക്കോളം പറയും. അതുപോലെ ഇതുപോലെ ഒരാവശ്യം മൂന്നാറ് ബൈക്ക് മൂവ് ഉണ്ട്, ഒറ്റയ്ക്ക് ബാക്കിൽ നിന്നിട്ട് മൂന്നാറ് വരെ. അത് ഇതുപോലെ ഞാൻ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ അത് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു മൂന്നാറ് പോകണമെന്ന്. അത് ഇതുപോലെ ഒരു ദിവസം ചായ പിടിച്ചുകൊണ്ടിരിക്കുക 4 മണിക്ക് നമ്മുടെ 3 ജംഗ്ഷനിൽ, വീടിൻ്റെ അടുത്ത് തന്നെ. ചായ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അവിടുത്തെ ചായ നല്ല ടേസ്റ്റുള്ള ഒരു കടയാണ് ഞങ്ങൾ പോയി കുടിക്കണത്. സംസാരിക്കുന്നതിനിടയിൽ ആരോ പറഞ്ഞു, മൂന്നാറത്തെ ചായ ഭയങ്കര ടേസ്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പോയി കുടിച്ചു കഴിഞ്ഞാൽ ഏമാവും എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, നാളെ നമുക്ക് മൂന്നാറ് പോവാം, നമുക്ക് അപ്പം എപ്പോൾ പോവാം, നമുക്ക് നാളെ തന്നെ പോവാം. അത് നാളെ തന്നെ. അങ്ങനെ അപ്പം തന്നെ നമ്മൾ റെഡി ആയി, നൈറ്റ് ബൈക്ക് എടുത്ത് ഇറങ്ങി. മൂന്നാറ് പോകണ്ട ഞങ്ങൾ ഇരിക്കണം ആദ്യം പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് അവിടെ എത്തിയിട്ട് എന്തോ ഒരു ചേട്ടൻ ഞങ്ങളെ മൈൻഡ് മാറ്റി മൂന്നാറാക്കി. ഞങ്ങൾ മൂന്നാറ് പോയി. പക്ഷെ അന്ന് കുറച്ച് ബൈക്ക് പോയോണ്ട് കുറച്ച് ടാസ്ക് ആയിരുന്നു, കുറച്ച് 2 വീലർ ആയതുകൊണ്ട് കുറെ ദൂരം ഇങ്ങനെ ഇരുന്നപ്പോഴേ. പക്ഷെ നമുക്ക് അതും നമ്മൾ അച്ചീവ് ചെയ്തല്ലോ, വണ്ടിയും കാറിലല്ല ബൈക്കിലും പോയി നമ്മൾ. അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് വീൽ ചെയറിലിരിക്കുന്ന ആൾക്കതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ചായ കുടിക്കാൻ വേണ്ടിട്ട് അല്ലാണ്ട് പോയിട്ട് കുറെ പ്രാവശ്യം മൂന്നാറ് നമ്മള് ട്രിപ്പും കാര്യങ്ങളൊക്കെ. നാട്ടില് തൃശ്ശൂര്, നമ്മള് തൃശ്ശൂര് പെരിഞ്ഞനം. അവിടുത്തെ അവിടെയുള്ള ആളുകള്, നാട്ടിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ്? നാട്ടിലുള്ള ആളുകൾക്ക് എന്നെ അറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ +1 +2 ഞാൻ പറഞ്ഞു സ്കൂളിംഗ് ഒക്കെ അവിടെ തന്നെ പെരിങ്ങലം. സ്കൂള് കുറച്ച് ഞാൻ 1 തൊട്ട് 10 വരെ പഠിച്ചത് മതിലകം സെന്റ് ജോസഫ് എന്ന് പറഞ്ഞാൽ അവിടെ 4 കിലോമീറ്റർ ഉണ്ട്. അമ്മ ഡെയിലി കാറിൽ പോയി കൊണ്ടുപോയി കഴിച്ച്. അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷെ +1 +2 ഞാൻ പഠിച്ചത് വീടിന്റെ അടുത്ത് തന്നെ ഒരു സ്കൂൾ 2 കിലോമീറ്റർ. അത് ഞാൻ മറ്റേ ബാംഗ്ലൂർ വീൽചെയറിൽ, ഓസ്ട്രിച്ച് ബാംഗ്ലൂരിൽ പാർവതി പഠിക്കുന്ന വീൽചെയറിൽ, ആ വീൽചെയർ ഉണ്ട് എൻ്റെ. അപ്പോൾ ആ ഒരു വീൽചെയറിലാണ് ഞാൻ +1 +2 മൊത്തം വീട്ടിൽ നിന്ന് പോയി പഠിച്ചിരുന്നത്. അതെടുത്ത് പോകുന്ന റൂട്ട് കൂടെ ഒപ്പം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഫ്രണ്ട് അവൻ ഞങ്ങൾ +1 തൊട്ട് കമ്പനി. അപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ സംസാരിച്ച് ചായ കുടിച്ച് നേരം വൈകി. ഞങ്ങൾക്ക് എനിക്ക് വേണ്ടി കുറച്ച് പരിഗണന കിട്ടും, നേരം വൈകി നടന്നല്ലേ വരണേ. പക്ഷെ അത് ഇടയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ഞങ്ങൾ. അതുകൊണ്ട് ചായ കുടിച്ച് വെക്കും. അങ്ങനെ നേരം 8:30 ക്ലാസ് തുടങ്ങി ഞങ്ങൾ 9 മണിക്ക് എത്തുമ്പോൾ
സ്കൂളിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു, NSS-ലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ NSS ക്യാമ്പ്, NSS അറിയാലോ, മറ്റേ നാഷണൽ സർവീസ് സ്കീം. അത് ഇതുപോലെ ഇതിന്റെ സെലക്ഷൻ വരുമല്ലോ നമുക്ക് ക്ലാസ്സിൽ. അപ്പോൾ ഇങ്ങനെ വന്ന് പിള്ളേർ വന്ന് ടീച്ചറും വന്ന് ആർക്കൊക്കെ ചേരാൻ താല്പര്യമുണ്ട് ഫോം കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിൽ ചേരണം, കാരണം നമുക്ക് പുറത്തിറങ്ങിയ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാലോ. പക്ഷെ അപ്പോൾ എൻ്റെ മൈൻഡ് അറിയാം, ഇപ്പം ഞാൻ ഇപ്പം എന്ത് ആക്ടിവിറ്റീസ് നമ്മളതിൽ കയറി ചെയ്യുക എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ പിന്നെ ഓക്കെ വേണ്ടെന്ന് തന്നെ വിചാരിച്ചു. എൻ്റെ മനസ്സിൽ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മ എടുത്ത് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ എൻ്റെ അപ്പം പറഞ്ഞ സാറില് പോട്ടെ, വേറെ വല്ല ക്ലബ്ബൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കതിലും പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഇങ്ങനെ വിട്ട് ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് കൈ കഴുകാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഈ ടീച്ചർ, NSS-ന്റെ ടീച്ചർ എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് NSS-ൽ ചേരാൻ പറ്റുമോ, കയറാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാൻ കയറാം. അപ്പം ഞാൻ ടീച്ചറത് ഞാൻ ഇപ്പം എന്ത് ആക്ടിവിറ്റീസ് ചെയ്യാന്ന് ചോദിച്ചു. പറഞ്ഞു നിനക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ നന്നായിട്ട്, പിള്ളേരെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നൊക്കെ, അപ്പൊ നിനക്ക് അതിൽ കയറാൻ പറ്റും. ഡയറക്റ്റ് ഫോം വന്നിട്ട് ഡയറക്റ്റ് കയറ്റി. ബാക്കിയുള്ള പിള്ളേർക്ക് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായി, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുപോലെ NSS 7 ദിവസത്തെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. 7 ദിവസത്തെ ക്യാമ്പിൽ 5 ആക്ടിവിറ്റീസ് ആണ് പിള്ളേർക്ക് മൊത്തം 7 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ 5 ആക്ടിവിറ്റീസാ ഓരോ വീടുകളിൽ പോയിട്ട് ചെയ്യാൻ. അതിലൊരു ആക്ടിവിറ്റി ഉണ്ട് ഈ പിള്ളേർക്ക് മൊത്തം. അത് ആ ആക്ടിവിറ്റി മൊത്തം ഒരു ആക്ടിവിറ്റിയിൽ 100 വീട് എനിക്ക് ചെയ്യാൻ തന്നു. കാരണം അത് ചെയ്യാന്ന് വെച്ചാൽ വീടുകളിൽ ചെന്നിട്ട് മറ്റേ ഇലക്ട്രിസിറ്റിനെ കുറിച്ച് പറയുക, കറക്റ്റ് ആൻസർ അവർ പറയണെങ്കിൽ നമ്മൾ ഒരു ബൾബ് കൊടുക്കുക, അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ആക്ടിവിറ്റി ആണ് ശരിക്കും ഈ മൊത്തം പിള്ളേർക്ക്. അതെനിക്കൊരു കൂട്ടുകാരൻ കൂടി ടീച്ചർ പറഞ്ഞു, ഈ 7 ദിവസം കൊണ്ട് 100 വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് നമ്മള്. അതൊക്കെയാണ് സ്കൂളിലെ മെമ്മറീസും പിള്ളേരായിട്ടും. അതിനുശേഷം പിന്നെ ഇപ്പോ എഡിറ്റർ ആയിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്തിട്ടില്ലേ? ഷോർട്ട് ഫിലിംസിലൊക്കെ നമ്മള് ഡിഗ്രി ഞാൻ പഠിച്ച ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ കോളേജിൽ, ഫിലിം ബേസ് ആയിട്ടുള്ള എഡിറ്റിംഗും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ. അപ്പൊ അത് കൊറോണ കാരണം ഞങ്ങൾക്ക് കുറച്ച് ക്ലാസ് ഒക്കെ മിസ് ചെയ്ത്. പക്ഷെ ആ ടൈമിൽ ഞാൻ യൂട്യൂബ് നോക്കി എഡിറ്റിംഗ് പഠിച്ച് നേരെ ഈ കോളേജ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എഡിറ്ററായിട്ട് കയറി. ഡീറ്റാവാറ്റെന്ന് പറഞ്ഞിട്ടൊരു ഹെൽത്ത് ക്ലിനിക് ഉണ്ട്, ആളെ എഡിറ്ററായിട്ട് കയറി. അങ്ങനെ 2 കൊല്ലം എഡിറ്റിംഗ് പരിപാടിയൊക്കെ നടന്നു. ഷോർട്ട് ഫിലിം അതിന്റെ ഇടയിൽ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രൊജക്ട് വരും ഞങ്ങൾക്ക് കോളേജിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിന്റെ 2 സെമ്മിൽ ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ അഭിനയവും അഭിനയം ഉണ്ട്. നമ്മളഭിനയം നല്ല ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അഭിനയിക്കും, ഞങ്ങൾ തന്നെയാണ് അഭിനയിക്കുന്നതും എഡിറ്റിംഗ്? ഞങ്ങള് ഇതുപോലെ ഈ ലോക്ക്ഡൌൺ ടൈമില് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ക്യാമറ ഫ്ലിയർ ആയിരുന്നു. ഞാൻ ക്യാമറ ഫ്രണ്ടിൽ തന്നെ നിൽക്കൂല. അപ്പോ ഇതുപോലെ തന്നെ ലോക്ക്ഡൌൺ ടൈമില് ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ടൈം ആയിരുന്നു. അപ്പൊ ഞാനും ഇവനും ഇന്റേൺഷിപ്പിന് പോയില്ല. സാറ് ഞങ്ങൾക്ക് ശരി നിങ്ങൾ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്കുകൾ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചെയ്തത് നേരെ ഒരു സിനിമയുടെ റീക്രിയേഷൻസ് റീൽ ചെയ്യും. അപ്പൊ അത് ഞാൻ അഭിനയിക്കും. അപ്പൊ അത് കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ക്യാമറ ഫിയർ ഒക്കെ പോയി നമുക്ക് ആ ടൈമില്. ആ ടൈമിൽ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടിരുന്നു, പക്ഷെ അങ്ങനെ അധികം ആൾക്കാർക്ക് എത്തിയിരുന്നില്ല. പക്ഷെ നമ്മുടെ ലൈഫ് കാണിക്കാൻ തുടങ്ങിയപ്പോ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ചെയ്ത് തുടങ്ങി. അതൊരു കൂടെ ഞാൻ വന്നപ്പോ നോട്ടീസ് ചെയ്തതാണ് ആ ടാറ്റു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സൂപ്പർ ഹീറോ, അതൊരു സൂപ്പർ ഹീറോ ആണ് വീൽ ചെയറിലിരിക്കുന്നത്. അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനെ കുറിച്ചിട്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിപ്പോ ഞാനല്ലോ ഫസ്റ്റ് ഒരു ചേട്ടൻ അടിച്ചിട്ടുണ്ടായിരുന്നു കഴുത്തിന്റെ ബാക്കില്. അപ്പൊ അവളെ ടാറ്റു ഒരു ദിവസം കണ്ടു. ഞാൻ കണ്ടപ്പോ തന്നെ പിറ്റേ ദിവസം പോയി ഞാൻ അടിച്ച്. വേറെ നോക്കിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ടാറ്റു. അങ്ങനെ അടിച്ച്. പിന്നെ ഇത് എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ട് വേറെ ടാറ്റു ഉണ്ട് ഇവിടെ. യാത്രയാണ്. ഇത് നമ്മൾ ഇല്ലിക്കലൊക്കെ കയറിയ ടൈമില് നമ്മൾ അടിച്ചാണ്. നമ്മളെപ്പോഴും ഈ പറയുന്നത് പോലെ നമ്മുടെ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ സമൂഹത്തിലെ വളരെ ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണ് എപ്പോഴും സൂപ്പർ ഹീറോ ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. അതല്ലാതെ ഒരു റെപ്രസെന്റേഷനോ അല്ലെങ്കിൽ അതിനെ ഈ ഒരു രീതിയിൽ നമ്മൾ കാണിക്കുന്നതോ കുറവാണ്. നമ്മൾ മാറ്റി കൊടുക്കണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കുറെ പേർക്ക് ഇപ്പൊ എന്റെ റീൽസും എന്റെ ലൈഫും കണ്ടിട്ട് വീൽ ചെയറിലിരിക്കണ കുറെ പിള്ളേർക്ക് ചിന്താഗതികൾ മാറിയിട്ടുണ്ടാവും. ഈ ചേട്ടൻ പോകണ്ടല്ലോ, അപ്പൊ എനിക്കും പോവാലോ. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പുറത്തേക്ക് പോകണില്ല, എല്ലാരും വീൽ ചെയറിൽ വീട്ടിൽ തന്നെ ഇരിക്കുക, റൂമിൽ തന്നെ ഇരിക്കുക. അപ്പൊ ചിന്തകൾ മാറുന്നില്ല, ആരും എങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ഒരു തോന്നല. സ്വാഭാവികമായിട്ട് ഇപ്പൊ വേറെ ആള് ചെയ്യുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നല് നമുക്കും ചെയ്യാം. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും സമൂഹം പിന്തുണ നമുക്കും ചെയ്യാന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ
അപ്പോൾ അത് നമുക്ക് ജീവന് എപ്പോഴായിരുന്നു അങ്ങനെ നമുക്കിപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഞാൻ ഡൗൺ ആയി പോയ മൊമെന്റുകൾ കുറെ ഉണ്ട്. ആ സമയത്ത് എങ്ങനെയാ അതിനെ മാനേജ് ചെയ്യുന്നത്? ആ ടൈമിൽ മാനേജ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡൗൺ ആയി ഇരിക്കണമെന്നില്ല, എന്തായാലും നമ്മൾ ഡൗൺ ആവും. എത്രയൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഡൗൺ ആവാൻ സിറ്റുവേഷൻ ഡൗൺ ആവും. നമ്മളത് ഓവർകം ചെയ്യും. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, പൊളിക്കുക ഉള്ള ടൈം നമ്മൾ പരമാവധി മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ നോക്കിക്കാണുന്ന ഇൻസ്പയർ ചെയ്യുന്ന ജീവൻ അങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഞാൻ ഇതുപോലെ ഒരു ഇതിൽ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചേ ഞാൻ പറഞ്ഞത് എൻ്റെ ഇൻസ്പയർ ഞാൻ തന്നെയാണ്. ബാക്കിയുള്ളവർ പറയും വേറെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ ലൈഫിൽ ഒരു ഇൻസ്പയർ ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ളവരെ പോലെയല്ല, ബാക്കിയുള്ളവരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത്രയും പഠിച്ച് ഇത്ര സ്ഥലങ്ങളിൽ പോയി ആൾക്കാർ സ്വാഭാവികമായിട്ട് ഒരു നടക്കാൻ പറ്റുന്ന ആൾക്ക് പോകാൻ പറ്റാത്ത ഇടങ്ങളിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഇൻസ്പയർ ആവാറുണ്ട്. പിന്നെ സ്റ്റീഫൻ ഹോക്കിൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണല്ലോ പ്ലസ് ടുവിലൊക്കെ. ഒന്നും ചെയ്യാൻ പറ്റില്ല ആൾക്ക്, ലോകം അറിയണ ഒരു സയന്റിസ്റ്റേ മാറിയില്ലേ. തീർച്ചയായിട്ടും നമ്മള് എന്താ പറയാ, അതിന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കയ്യടി കൊടുക്കാവുന്നതാണ് അല്ലേ? ശരിക്കും നമ്മളെ തന്നെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? ഞാൻ പറയാം അതേ എപ്പോഴും ഞാൻ ചിന്തിക്കും. എൻ്റെ ലൈഫ് തന്നെ എനിക്ക് ഭയങ്കര ഞാൻ പറയും കുറച്ച് അഹങ്കരിക്കാം. കാരണം ഞാൻ അച്ചീവ്മെന്റ്സ് കുറെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. ഒരിക്കലും അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് തോന്നും. ഇപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമകളെ പറ്റിയിട്ട് പറഞ്ഞു. സിനിമകൾ കുറേ കാണുമോ? സിനിമകൾ ഭയങ്കര ഇഷ്ടം. സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് തൊട്ടേ തിയേറ്ററിലൊക്കെ പോയി പടം കാണും. നടക്കാൻ പറ്റാണ്ടായ എപ്പോഴും പിള്ളേരെടുത്ത് പൊക്കിക്കൊണ്ടായാലും തിയേറ്ററിൽ പോയി സിനിമകൾ കാണും. പിന്നെ ന്യൂംപൊളിനെ ഭയങ്കര ഇഷ്ടമാണ്. ആള് വന്ന വഴികളും പിന്നെ ആളുടെ സിനിമകളും ഭയങ്കര ക്രേസാണ്. എല്ലാ പടം ഞാൻ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണും. ഇപ്പോഴായാലും പിന്നെ സിനിമ ചർച്ചകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരായിട്ട്. കൂടുതൽ ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ മമ്മൂട്ടി ഫാൻ മോലല്ലേ, അതൊക്കെ ഭയങ്കര തല്ലും ഷോപ്പിലേക്ക് ഇരുന്നിട്ട്. അങ്ങനെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഷോപ്പിനെ പറ്റിയിട്ടും പറയൂ. അതൊരു സംരംഭം തുടങ്ങിയതാണ്. ഷോപ്പ് നമ്മള് ഇവിടെ തിരഞ്ഞെടുത്ത് ഗെയിമിംഗ് ഹബ് തുടങ്ങി പ്ലേ സ്റ്റേഷനിൽ. അത് ഗെയിമിംഗ് ഇഷ്ടമാണോ? ഗെയിമിംഗ് ഇഷ്ടമാണ്. ഞാൻ വെച്ച് കഴിഞ്ഞാല് കൂടുതൽ സിറ്റീസിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഷോപ്പുകൾ തുടങ്ങുക. നമ്മളവിടെ ചെറിയൊരു സ്ഥലമാണ്, ചെറിയ ടൗൺ പോലെയാണ്. നമ്മളവിടെ തുടങ്ങിയിട്ട് അവിടുത്തെ പിള്ളേരെ ഇത് ഇങ്ങനെ എത്തിച്ചിട്ട് ഒന്ന് അപ്പ് ചെയ്ത് കൊണ്ടുതന്നെ ബിസിനസ്. പ്ലേ സ്റ്റേഷൻ PS5 ഗെയിം കളിച്ചിട്ട് കുഴപ്പമില്ല റണ്ണാക്കി നമ്മൾ കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെ ഷോപ്പും വീടും ഒക്കെ അടുത്താണോ? നമുക്ക് ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. നമുക്ക് വീൽ ചെയറിൽ പോയി വരാനുള്ള ദൂരമുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടുകാരൻ അവനും ഞാനും കൂടിയിട്ട് ഇപ്പൊ അവിടെ ഉള്ള ഷോപ്പില് ഫുൾ ടൈം അവൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഫ്രണ്ട്സ് ഫുൾ ടൈം ഉണ്ടാവും. കസ്റ്റമേഴ്സിന്റെ കാര്യം കൂടുതൽ ഫ്രണ്ട്സ് ആയിരിക്കും ഷോപ്പിന്റെ ഉള്ളിൽ എപ്പോഴും. അവിടെ വന്നിട്ട് സംസാരിച്ച് ബിസിനസ് നടക്കുന്നുണ്ടോ? ബിസിനസ് നടക്കുന്നുണ്ട്. സംസാരിച്ച് രാത്രി ചാടിക്കാനൊക്കെ പോകും എല്ലാരും കൂടി. അങ്ങനെയൊക്കെയാണ് യാത്രകളും സിനിമകളും. ഓക്കെ. ഇപ്പം ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ എപ്പോഴാ ജീവന്? അത് ഞാൻ ഒരു റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ അസുഖമാണ് എനിക്ക്. അപ്പൊ ഞങ്ങൾ 3 മക്കളെ ശരിക്കും, ചേച്ചി പിന്നെ ഞങ്ങൾ ടീൻസും. അപ്പോൾ ഞങ്ങൾ ടീൻസ് ആയതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ രണ്ടുപേരും ഒരു വയസ്സാകുമ്പോൾ അവള് ഓടിച്ചാടി സ്റ്റെപ്പൊക്കെ കയറും ഭയങ്കര ഹൈപ്പർ ആയിട്ട്. ഞാനാണെങ്കിൽ ഫുള്ള് സ്ലോയില് ചെയ്യുക. സ്റ്റെപ്പ് കയറലായാലും സോഫയിലും പിടിച്ചൊക്കെ കയറുക. അപ്പം അമ്മ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി ഇവനെന്താണ് സ്ലോയിൽ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നേരെ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചപ്പോൾ ഡോക്ടർ CP കാർഡ് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി മസ്കുലർ ഡിസ്ട്രോഫി അസുഖമാണ്. അന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇവനെന്തായാലും ഒരു 12 വയസ്സൊക്കെ ആകുമ്പോൾ നടക്കാൻ പറ്റാണ്ടാവും എന്തായാലും പറഞ്ഞു. അന്ന് അമ്മ ഡൗൺ ആയില്ല. അമ്മ നല്ല കോൺഫിഡൻസിൽ എന്നെ വളർത്തി. ഡൗൺ ആയി പോയാലും ശരീരം ഡൗൺ ആയിട്ടുള്ളൂ, മൈൻഡ് ഇപ്പോഴും ഡബിൾ സ്ട്രോങ് ആണ്. ശരിക്കും നമുക്ക് ഇമോഷണലി നമ്മൾ ആ ഒരു സ്ട്രെങ്ത്. അപ്പൊ വീൽ ചെയറിലിരിക്കുക. ഇപ്പൊ ബാക്കിയുള്ളവര് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് സംസാരിച്ച പിന്നെ അവര് മറക്കും ഞാൻ വീൽ ചെയറിലിരിക്കുന്ന ആളാണ്, അവന് നടക്കാൻ പറ്റില്ല എന്നുള്ളൊക്കെ ഒരു ചിന്ത നമുക്ക് കൊടുക്കുന്നില്ല. നമ്മൾ ഫുള്ള് ഈ ഒരു ഹെൽത്ത് ഇതിനെപ്പറ്റി പറയുന്ന സമയത്താണ് ഇതുപോലെ ഈ ഒരു കണ്ടീഷൻ ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്തായാലും വീൽ ചെയറിലാണ്, നമുക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു
മൈൻഡ് നമ്മൾ ആദ്യം ഇതിലേക്ക് കൊണ്ടുവരിക കൺസെപ്റ്റ്. നമ്മൾ ആദ്യം അസുഖത്തിനെ അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ. പിന്നെ കുറെ പേർക്ക് തോന്നലായിരിക്കും സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ ചിന്തകൾ എന്തായിരിക്കും നമ്മളോടുള്ളതെന്നൊക്കെ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അനുസരിച്ചായിരിക്കും അവർ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുക. നമ്മൾ ഭയങ്കര പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും അടിച്ചു പൊളിച്ച് നടക്കണം എന്നൊക്കെ എല്ലായിടത്തും ഞാൻ പറയാറ്. ഇങ്ങനെ ഇതൊരിക്കലും ഇത് വിഷമം വിചാരിച്ചിരിക്കരുത്. കാരണം എന്തായാലും നമുക്കിത് വന്ന് നമുക്ക് ഇതിന് മെഡിസിൻ ഇല്ല. പിന്നെ ആ കൂടി ഫിസിയോതെറാപ്പി, പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് തന്നെയാണ് മെയിനായിട്ട്. നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആയിട്ടിരിക്കണം അത്രത്തോളം നമ്മുടെ അസുഖത്തെ നമുക്ക് തോൽപ്പിക്കാം. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്താ ചെയ്യാ? വെറുതെ ഇരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഇരിക്കാല്ലേ. ഇപ്പോ ഇൻഫ്ലുവൻസർ ആയിട്ട് അതിലും വർക്ക് ചെയ്യുന്നുണ്ട്, ബിസിനസ് ആയിട്ടുണ്ട്. വെറുതെ ഇരിക്കുന്ന ടൈമില് ഫോൺ യൂസേജ് ഉണ്ട്. ഇൻസ്റ്റഗ്രാം ഇങ്ങനെ കമന്റ്സ് ഒക്കെ വായിച്ചിരിക്കും ഇങ്ങനെ. കാരണം ഇപ്പൊ ഒരു വീഡിയോസ് ഒക്കെ കുറെ 10,000 കമന്റ് ഒക്കെ ചില വീഡിയോസിൽ വരും. അപ്പൊ എല്ലാം വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ചില ടൈമിൽ നിന്ന് വായിക്കും, ചിലതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും കമന്റ്സ് ഒക്കെ കാണുമ്പോൾ. പിന്നെ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ജീവന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടല്ലേ സുഹൃത്തുക്കൾക്കും? ഉണ്ട് ഇഷ്ടംപോലെ. ഇൻസ്റ്റയില് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വേറെ ലെവലാണ്. നമ്മളിതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു കൂട്ടുകെട്ട്. ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ രണ്ടിനും തല്ലേ പോവുക. അങ്ങനത്തെ ഒരു ജനറേഷനിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജ് ഒക്കെ വരും. അങ്ങനെ സന്തോഷമാണ് അതൊക്കെ. ഇനി പോകാനുള്ള യാത്രകളൊക്കെ ഇപ്പൊ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒട്ടുമിക്ക എൻ്റെ ലൈഫിൽ പറഞ്ഞാൽ മൈൻഡ് കയറിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി. ഇനിയിപ്പോ നല്ലൊരു സ്പോൺസേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇന്റർനാഷണലിൽ പോകണമെന്നാണ് നമുക്ക് ആഗ്രഹം. ഇന്ത്യയിൽ നമ്മൾ ഇവിടെ മണാലി, ഹിമാചൽ പ്രദേശ്, പിന്നെ മുംബൈ, നാസിക്, പിന്നെ പുറത്ത് തമിഴ്നാട്, ഊട്ടി അങ്ങനെ സ്ഥലങ്ങളിൽ പോയി. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഹൈ റേഞ്ച്, മൂന്നാറ്, ടൂറിസ്റ്റ് പ്ലേസ് ഒട്ടുമിക്ക കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹിൽസ് ആണോ ഇഷ്ടം? ഹിൽസ് ആണ് എനിക്ക്. ഞങ്ങൾ പറഞ്ഞില്ലേ നമുക്ക് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ളവരെന്ത് ചെയ്യാൻ പറ്റണം അതെനിക്ക് വെച്ച് കഴിഞ്ഞാല് അഡ്വഞ്ചറായ കാര്യങ്ങള് ഇപ്പൊ നടക്കാൻ പറ്റണവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റണം. ചെയ്ത് കാണിച്ചു കൊടുക്കണം ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മൾ കൂടുതൽ ട്രക്കിങ് സ്ഥലങ്ങളിൽ പോകും. അത് പറഞ്ഞ ഏറ്റവും ഡേഞ്ചർ ആയ ഒരു സ്ഥലമാണ് ഒരാള് ചൂസ് ചെയ്യാത്ത സ്ഥലം നമ്മൾ പോയത്. ഇപ്പൊ ഹെരിയർ ഫോർട്ട് 80 ഡിഗ്രി എന്ന് പറയുമ്പോ ശബരിമല അതുപോലെ നമ്മൾ പോയത്. ശബരിമല അതുപോലെ അവിടെ ഡോളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട്. പക്ഷെ നമ്മൾ ആ ബാഗ് ഇട്ട് പോയപ്പോ നമ്മൾ ഇതുപോലെ വീഡിയോ ഇട്ടപ്പോ കുറെ പേർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ച് ബാഗ് അവിടെ നിന്ന് കിട്ടി, എൻ്റെ അനിയനെ കൊണ്ടുപോകണം, ചേട്ടൻ്റെ മോനെ കൊണ്ടുപോകണം, എങ്ങനെയാണ്. അപ്പൊ നമുക്കൊരു സന്തോഷമാണല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇങ്ങനെ കൊണ്ടുപോവാം. കാരണം അവിടെ ചെല്ലുമ്പോൾ അഫോർഡബിൾ ആണ് അത്യാവശ്യം ഈ ഡോളിയൊക്കെ പോകണേ. നമ്മുടെ കാരണം കുറെ പേർക്ക് ഒരു മോട്ടിവേഷൻ ഇതൊക്കെ കിട്ടുന്നെങ്കിൽ. വാട്ട് മേക്സ് യു ഹാപ്പി? അങ്ങനെ ചോദിച്ചാൽ എന്താണ് ഒരു സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സന്തോഷം കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് കൂടുതൽ പോയ മെമ്മറീസിനെക്കാളും പോണ ടൈമിലുള്ള സന്തോഷത്തെക്കാളും അത് പോയി കഴിഞ്ഞ അതിനെ കുറിച്ച് ആലോചിക്കും ഞാൻ. നമ്മൾ അവിടെ വരെ പോയല്ല, ഇത് കേറിയല്ല, അത് ഞാൻ അച്ചീവ് ചെയ്തല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമാണ്. പിന്നെ പിള്ളേരപ്പം സംസാരിച്ചിരിക്കുക, പിള്ളേര് അങ്ങോട്ട് ചാടിക്കാൻ പോവുക, സിനിമ കാണുക, ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത ഔട്ടൊക്കെ കാണുമ്പോൾ അച്ചീവ്മെന്റ്സ് കാണുന്ന സമയത്ത് അത് നമ്മള് നേടിയല്ലോ, ഇങ്ങനെ ഇരുന്നിട്ട് നേടിയല്ലോ. ഞാൻ പറയണെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ കുറെ ഞാൻ അച്ചീവ് ചെയ്ത്, ഇനിയുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ എനിക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ബോണസ് ആയിരിക്കും എൻ്റെ ഈ ലൈഫിൽ. കാരണം ഈ ഒരു ഏജിൽ ഇപ്പൊ 24 വയസ്സിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അതിൻ്റെ അപ്പുറം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അച്ചീവ്. ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ തീർച്ചയായിട്ടും അതുപോലെ നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും എത്രമാത്രം ഇൻക്ലൂസീവാണ് എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ സൊസൈറ്റി ആണെങ്കിലും അതുപോലെ തന്നെ പോകുന്ന സ്ഥലങ്ങളിലുള്ള സൗകര്യങ്ങളാണെങ്കിലും ഒക്കെ. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടില് വീൽ ചെയർസ് ഭയങ്കര കുറവാണ്. വീൽ ചെയർ ഇപ്പൊ സ്ലോപ്പ് ആയാലും ഒരു ബസ്സിലേക്ക് കയറാനായാലും സാധാരണക്കാരന് ഇപ്പൊ ഒരു സ്ഥലം വരെ പോകണമെങ്കിൽ കാറ് ഊബറൊക്കെ വിളിച്ച് പോകണമെങ്കിൽ തന്നെ അത്യാവശ്യം അഫോർഡബിൾ ആണ്. അപ്പൊ അത് ടൈമിൽ ബസ്സിന് പോവാണെങ്കിൽ തന്നെ
നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരിലെ പോലെ ഒന്നുമില്ല, ഫ്ലോർ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വീൽ ചെയറുള്ള പേഴ്സന് സുഖമായിരിക്കും സ്ഥലം വരെ പോകാനും, ഒന്ന് കുറച്ച് സ്ഥലങ്ങളൊന്ന് കറങ്ങി വരാനും, അല്ല അവരുടേതായ ആവശ്യങ്ങൾക്കൊന്ന് പോയി വരാനും, ഒറ്റയ്ക്ക് പോകാനൊക്കെ. അത് നമ്മുടെ നാട്ടിലൊന്നുകൂടി സെറ്റായി വരണം. സെറ്റാവാതെ എന്തായാലും, കാരണം ഇനിയുള്ള ജനറേഷൻ എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിരിക്കും. കാരണം പഴയ ജനറേഷൻ പോലല്ല, മാറ്റി നിർത്തുന്നില്ല പുതിയ ജനറേഷൻ. അവരൊരു ഇതിൽ തന്നെ ഒരാളെ പോലെ തന്നെയാണ് ജനറേഷൻ. ഒരു കുറവായിട്ട് തോന്നുന്നില്ല, എന്തായാലും മാറ്റങ്ങൾ വരും. ഞാൻ ജീവനോട് സംസാരിക്കുന്ന സമയം മുഴുവൻ നമ്മൾ വളരെ പോസിറ്റീവായിട്ട്, നമുക്ക് ഭയങ്കര ഹോപ്പാണ്, പ്രതീക്ഷയാണ് നമുക്ക് സംസാരിക്കുന്ന സമയത്ത്. ഇനിയുള്ള യാത്രകളും അതുപോലെ തന്നെ അതുപോലെ ആവട്ടെ. യാത്രകളും നമ്മളെന്തായാലും ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, ഞാൻ നാളെ യൂട്യൂബ് ഉണ്ടായിരുന്നില്ല, വ്ളോഗ്. ഞാനും എൻ്റെ പിള്ളേരെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്ര നാള് റീൽസ് മാത്രല്ലേ കണ്ടിട്ടുള്ളൂ, ചെറിയൊരു 1.5 മിനിറ്റ് വീഡിയോ കണ്ടിട്ടുള്ളൂ. നമ്മൾ ട്രിപ്പ് പോണ ജേണി മൊത്തം ഒരു വീഡിയോ വ്ളോഗ് പോലെ വരുമ്പോ അത് കുറച്ചുകൂടി ആൾക്കാർക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്തായാലും ഇൻസ്പയറിംഗ് ആണ്. ഒരുപാട് പേർക്ക് ഇൻഫ്ലുവൻസ് ആവാനുള്ള ഒരു സ്പേസും കൂടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാവിധ ആശംസകളും. നമ്മളപ്പോ ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യാണ് അടുത്ത യാത്ര ജീവന്റെ എങ്ങോട്ടാണെന്നുള്ളത്. യാത്ര നമ്മള് ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്തായാലും ഞങ്ങള് കാണാം, വെയിറ്റ് ചെയ്തിട്ട് കാണാം. യൂട്യൂബിലുണ്ട്, വീഡിയോ ഉണ്ട്. അതെ അതെ. ഇപ്പോ നമ്മുടെ കൂടെ ഈ ഒരു ജേർണിയിൽ എപ്പോഴും സുഹൃത്തുക്കളാണ് ഉള്ളത്. ഇന്നിപ്പോ വന്നപ്പോഴും കൂടെ വന്നത് നമുക്ക് അവരെയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ? അതെ. നമ്മുടെ പിള്ളേര്, ഇതാണ് പിള്ളേര്. എന്റെ ഒപ്പം കോളേജിൽ പഠിച്ചത്. ഇത് അഖിൽ അഖിലിനെ നമ്മുടെ റീലില് കണ്ടിട്ട് ഫോട്ടോ മിക്ക വീഡിയോസിലും. അതുപോലെ എഡിറ്റർ കം പിന്നെ ഷിബിച്ചാട്ടൻ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ. ഞാൻ പറഞ്ഞില്ല ഒരാളും കൂടി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ പോലെ നമുക്ക് അഡീഷണൽ ഞങ്ങളുടെ ഇനിയും യാത്രകളും എല്ലാം. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും. ഇങ്ങനെ ഈ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന് ഒരു വലിയ ഒരു കയ്യടി കൊടുക്കേണ്ട ആളുകളാണ് നമ്മുടെ സുഹൃത്തുക്കള്. അതുപോലെ ഞാൻ മാത്രല്ല, ഇനി എന്നെ പോലെ ഒരുപാട് പേര് ഇതവസ്ഥയുള്ളവര് ഇവിടെ വന്നിരുന്നു ഇതുപോലെ ട്രിപ്പും അവരെ യാത്രകളും എല്ലാ വിശേഷങ്ങളും പറയാൻ പറ്റട്ടെ.